അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൈഫോറ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനീസ് രാമനാട്ടുകര. പ്രധാന വാർത്തകൾ. ഉത്തരേന്ത്യയിലെ സമ്പലിൽ അനധികൃത കയ്യേറ്റമെന്നാരോപിച്ച് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കൽ തുടരുന്നു. വേങ്ങര വലിയോറ ദാറുൽ മാരിഫിലെ കലാമാമാങ്കമായ സൈഗഡ് കൾച്ചറൽ കാർണവലിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. സമ്പലിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അവിടെ ഇപ്പോൾ അനധികൃത കയ്യേറ്റമെന്നാരോപിച്ച് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളും ആരാധനാലയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഈ നടപടി. പ്രദേശവാസികൾ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ജില്ലാ ഭരണകൂടം അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അതുപോലെ തന്നെ വീടുകളിൽ വൈദ്യുതി മോഷണം ഉൾപ്പെടെ നടക്കുന്നതായിട്ടുള്ള ഒരു ആരോപണവും ജില്ലാ ഭരണകൂടം ഉയർത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഉവൈസ് പാണ്ഡികശാല ചേരുന്നു. ഉവൈസ്, കേൾക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള നടപടികൾ അവിടെ തുടങ്ങിയിരുന്നു. ഈ വൈദ്യുതി മോഷണം ആരംഭിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ കയ്യേറ്റം, പൊളിച്ചുമാറ്റലുകൾ, അതുപോലത്തെ കാര്യങ്ങൾ നടന്നത്. അത് ഈ വൈദ്യുതി മോഷണം നടന്നിയെന്ന് കണ്ടെത്തിയ കെട്ടിടങ്ങൾക്കെതിരെ കേസെടുക്കുകയും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയുമാണ് നടത്തിയത്. ഇത്തരത്തിൽ ജില്ലാ പോലീസിന്റെ അധികൃതരുടെയും നിരന്തരമായ നടപടികൾ സമ്പലിൽ തുടരുകയാണ്. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് വലിയ സംഘർഷത്തിന്റെ മുറിവ് ഉറങ്ങുന്നതിന് മുമ്പ് ജനങ്ങളെ ഉപദ്രവിക്കുകയാണ് എന്ന വിമർശനം പ്രതിപക്ഷം കഴിഞ്ഞ ദിവസമടക്കം ശക്തമാക്കിയിരുന്നു. എന്നാൽ വിമർശനമൊന്നും കണക്കാക്കാതെയാണ് ഇപ്പോൾ പോലീസും ജില്ലാ അധികൃതരും പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് സമ്പലിൽ കണ്ടത്. 1970-കളിൽ ഉള്ള ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ക്ഷേത്രം കണ്ടുപിടിച്ചുകൊണ്ട് ആ ക്ഷേത്രം 1970-കളിൽ അടച്ചിട്ടതാണ് എന്ന് യുപി പോലീസ് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അത് വൃത്തിയാക്കുകയും കഴിഞ്ഞ ദിവസം അവരെ ആരാധന നടത്തുകയും അതിന്റെ ദൃശ്യം യുപി പോലീസ് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉണ്ടായിട്ടും ജില്ലാ ഭരണകൂടവും പോലീസും മുന്നോട്ട് കുതിക്കുക തന്നെയാണ് ചെയ്യുന്നത്. സമ്പലിൽ ഇതുപോലത്തെ ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് സമ്പലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഉവൈസ് പാണ്ഡികശാലയായിരുന്നു സമ്പലിൽ നിന്നുമുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വലിയോറ ദാറുൽ മാരിഫ് വിദ്യാർത്ഥികളുടെ കലാകായിക സാംസ്കാരിക മേളക്ക് ഇന്ന് തുടക്കമായി. കളേഴ്സ് ഓഫ് കമ്പോഷർ എന്ന തീമിലുള്ള സൈഗസിന്റെ 11ാം എഡിഷനാണ് മാരിഫിന്റെ അങ്കണം സാക്ഷിയാവുന്നത്. 11ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി അതുല്യ പ്രതിഭകളെയാണ് സൈഗസിലൂടെ വാർത്തെടുത്തിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ സൈഫോറ ന്യൂസിന്റെ പ്രതിനിധി ഫർഹാൻ നമ്മോട് ചേരുന്നു. ഫർഹാൻ, കേൾക്കുന്നുണ്ടോ? ഫർഹാൻ, എന്താണ് ഇപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ? ഇവിടെ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേരളത്തിൽ തന്നെ തല ഉയർത്തി നിൽക്കുന്ന ദാറുൽ മാരിഫ് എന്ന് പറഞ്ഞ പൂങ്കാവനത്തിലാണ്. ഇവിടെ എല്ലാ വർഷവും നടത്തി വരാറുള്ള സൈഗസ് വേളയിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ തന്നെ ഓരോ കുട്ടികളുടെയും മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെയുള്ള ഈ കലാരൂപത്തിന്റെ എത്രമാത്രം ഒരു മനുഷ്യനെ ആസ്വദിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിൽ നമ്മൾ പറയുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സിലേക്ക് ഇടം പിടിച്ച ഒരു പേരായിരുന്നു ഈ ഇപ്രാവശ്യത്തെ സൈഫോറ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ പേരുകൾ. അതുപോലെ തന്നെ ഈ ഒരു സൈഗസിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ അപ്പുറത്തൊരു സൂക്ക് നമുക്ക് ഇവിടെ നിർമ്മിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വേദിയെ പ്രഗത്ഭം കൊള്ളിച്ച് തന്നെ ഓരോ പരിപാടികളും ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 140 ജില്ലാന മത്സരങ്ങളും 200-ലേറെ വിദ്യാർത്ഥികൾ മാറ്റിയൊരുക്കുന്ന അതിമനോഹരമായ പരിപാടിയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞ നിമിഷങ്ങൾക്ക് നമ്മുടെ കായിക മന്ത്രി ഇങ്ങോട്ട് വരികയും അതുപോലെ തന്നെ പ്രമുഖ പണ്ഡിതരും സംബന്ധിക്കാനുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് പല വിധത്തിലും കളർ വർണ്ണത്തിലുമാണ് ഇപ്പോഴത്തെ ഈ വർഷത്തെ സൈഗസ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. സാർ,
വിദ്യാർത്ഥികൾ എത്രത്തോളം ആവേശകരമാണ് എന്ന് പങ്കുവെക്കുക. അതെ, ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ഇതുവരെ ജാഫർ എന്ന് പറയുന്ന ടീമായിരുന്നു മുന്നിൽ. ഇപ്പോൾ അതിനെ വെട്ടിച്ചുകൊണ്ട് ജാഫർ എല്ലാം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് ടീമായിരിക്കും ഈ കപ്പിൽ മുത്തമിടുക എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. അത്രയും രീതിയിലാണ് ഇപ്പോഴത്തെ പരിപാടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സാർ. അത് പറയാനുള്ളത്. ഓക്കെ, ഫർഹാൻ മഞ്ചേരി ആയിരുന്നു ദാറുൽ മആരിഫിന്റെ അങ്കണത്തിൽ നിന്നും നമുക്ക് വേണ്ടിയ വിശദാംശങ്ങൾ നൽകിയത്. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.